ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പെസഹ വ്യാഴം. ഏകദേശം 33 വയസ്സുള്ള യേശുവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 33 വൈദികർ പരസ്യമായി ഒറ്റിക്കൊടുത്ത വേദനയുടെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തവണ പെസഹ വ്യാഴം ആചരിക്കുന്നത്. പെസഹ വ്യാഴാഴ്ചയുടെ പല ദൈവശാസ്ത്രങ്ങൾ, പല ചക്രവാളങ്ങൾ ഞാൻ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. മുൻപ് അവതരിപ്പിക്കാത്ത ഒരു സംഗതിയാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ പറഞ്ഞ വീഡിയോയിൽ ചിലർക്കെങ്കിലും ചെറിയൊരു സംശയം ഉണ്ടായി കാണും. അതായത് BC 2 ആരംഭത്തിലാണ് യേശു ജനിച്ചത്. AD 33 ഏപ്രിൽ 3 യേശു മരിച്ചത്. അപ്പോൾ യേശുവിന് 33 വയസ്സായിരുന്നോ? ഇതാണ് സംശയം. 33 വയസ്സായിരുന്നോ എന്നാണ്. 2-3 കാര്യങ്ങളൊന്ന് പരിഗണിച്ചാൽ ഈ ചോദ്യം അത്ര വലിയ പ്രശ്നമുള്ളൊരു ചോദ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന്, ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 23-ാം വാക്യം. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ്. ആ വാക്ക് നോക്കിയാൽ ഏകദേശം 30 വയസ്സെന്നാണ്. ഏകദേശം, കൃത്യം 30 വയസ്സ് എന്നല്ല ലൂക്ക 3:23 കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഓർക്കാം. 2, 3 വർഷമാണ്, സംവത്സരമാണ് യേശുവിൻ്റെ പരസ്യജീവിതം എന്ന് നമ്മൾ ഊഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 പെസഹ തിരുനാളുകൾക്ക് യേശു ജെറൂസലമിൽ പോകുന്നത് കൊണ്ടാണ്. ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന തിരുനാളാണ് പെസഹ തിരുനാൾ. അപ്പോൾ 3 പെസഹ തിരുനാളുകൾക്ക് യേശു പോകുന്നുണ്ട്. 3 പെസഹ തിരുനാൾക്ക് പോകാൻ 3 വർഷം തന്നെ വേണോ? 2.25 വർഷമായാലും മതി. അതിനേക്കാൾ കുറച്ച് താഴ്ന്നാലും കുഴപ്പമില്ല. അപ്പോൾ 2.5 വർഷത്തിന് മേലെയാണ് യേശുവിൻ്റെ പരസ്യജീവിതം. കൃത്യം 3 വർഷം തന്നെ ആകണമെന്നില്ല. 3 പെസഹ തിരുനാളിൽ യേശു പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 വർഷമോ അല്ലെങ്കിൽ 2.25 വർഷമോ ഒക്കെ യേശുവിൻ്റെ പരസ്യജീവിതം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ ഏകദേശം എന്നുള്ള വാക്കും ഈ നമ്മൾ പറഞ്ഞ 2.5 വർഷം അല്ലെങ്കിൽ 2.25 വർഷം 3 പെസഹ തിരുനാളിൽ പങ്കെടുക്കുന്നു, അത് കണക്കാക്കുക. പിന്നെ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് നമുക്കറിയാം. AD 33 ഏപ്രിൽ 3 യേശു മരിച്ചത്. അപ്പോൾ ഈ 33 ആ കൂടി ഒരു 4 മാസം ഇല്ല, 3 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ 2.25 വർഷത്തിന് താഴെയായിട്ട് പരസ്യജീവിതം, പിന്നെ 33 എന്ന് പറയുന്ന വർഷത്തിൽ ആ കൂടി 4 മാസമേ ഉള്ളൂ. പിന്നെ ഏകദേശം 30 വയസ്സിലാണ് യേശു പരസ്യജീവിതം ആരംഭിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 33 തന്നെയാണ്. ഏകദേശം 33. ഒരു 33.5 ഉണ്ടാകാം, 33.25 ഉണ്ടാകാം. എങ്കിലും നമ്മൾ 33 പറയണു. അതിനകത്ത് വലിയ അപാകതയുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലിയറായി. 2, മോണ്ടി തേഴ്സ്ഡേ എന്നാണ് ഇംഗ്ലീഷിൽ പറയണേ പെസഹ വ്യാഴത്തിന്. മാന്താത്തും എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് ഈ മോണ്ടി തേഴ്സ്ഡേ എന്ന് പറയുന്നത്. മാന്താത്തും എന്ന് പറഞ്ഞാൽ കൽപ്പന. ഞാനൊരു പുതിയ കൽപ്പന നൽകുന്നു. ആ പുതിയ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടാണ് മോണ്ടി തേഴ്സ്ഡേ, മാന്താത്തും എന്ന ലത്തീൻ വാക്കിൽ നിന്ന് മോണ്ടി തേഴ്സ്ഡേ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പെസഹ വ്യാഴം എന്നാണ്. പെസഹ വ്യാഴം. അതിന് ഭയങ്കരമായ ആഴമേറിയ ഒരു സന്ദേശമുണ്ട്. കാരണം ലൂക്കായുടെ സുവിശേഷം 22:15 നമ്മളിങ്ങനെ കാണുകയാണ്, ഈ ഞാൻ പീഡ അനുഭവിക്കും മുൻപ് ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. ഞാൻ പീഡ അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കാൻ തീവ്രമായി ആഗ്രഹിച്ചു. പീഡ അനുഭവിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാസ്കോ എന്നാണ്. പാസ്കോ. പെസഹ എന്നതിന് വാക്ക് പാസ്ക.
പാസ്കോ, പാസ്ക. പാസ്കോ എന്നതിന് പീഡാനുഭവം, കഷ്ടാനുഭവം എന്നാണ് അർത്ഥം. പാസ്കോ. പാസ്ക എന്ന് പറഞ്ഞാൽ പെസഹ ഭക്ഷണം, അതായത് പെസഹ കുഞ്ഞാട്. ഈ പെസഹ ഭക്ഷണവും പെസഹ കുഞ്ഞാടും. പക്ഷെ എവിടെയാണ് പെസഹ കുഞ്ഞാട്? ഈ അന്ത്യത്താഴത്തിൽ. അവിടെ ദിവ്യ കുഞ്ഞാടാണ് ഇരിക്കുന്നത്, യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ആ ടേബിളിൽ ഇരുന്ന് പറയാണ്, ബലിപീഠത്തിലിരുന്ന് പറയാണ്, ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി കുടിക്കുക. തീർച്ചയായിട്ടും ആ നിമിഷത്തിലേക്ക് അവൻ ഉത്ഥാനം കഴിഞ്ഞ് പുതിയ തരത്തിലുള്ളൊരു ശരീരത്തിലേക്കും പുതിയ തരത്തിലുള്ള പുതിയ ജനുസിലുള്ള ജീവനിലേക്കും പോകും. അത് മുൻകൂറായി കൊണ്ടുവന്നിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ പറയുന്നത് എന്നെ കഴിക്കുക എന്നാണ്. എന്നെ കഴിക്കുക, അതായത് ദിവ്യ കുഞ്ഞാട് ആണ് അവിടെ ഭക്ഷണമായിട്ട് സ്വയം പകുത്തു നൽകുകയാണ്, സ്വന്തം ജീവൻ പകുത്തു നൽകുകയാണ്. ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആകുന്നു, ഇത് എൻ്റെ രക്തം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആകുന്നു എന്നെ തിരിച്ചിരിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ കൊല്ലപ്പെടുകയും 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ആ ശരീരത്തോടു കൂടി ഉയർക്കുകയും ചെയ്യും. അവൻ കൊല്ലപ്പെടും, അവൻ്റെ ജീവൻ അവരിൽ നിന്ന് മാറ്റപ്പെടും. പക്ഷേ പുതിയ ജനുസിലുള്ള ജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഉത്തിത ശരീരത്തിലേക്ക് വീണ്ടും വരും. നിങ്ങൾ ഈ കുർബാനയിൽ ശ്രദ്ധിച്ച് കാണും, അച്ഛൻ ഈ തിരുവോസ്തി കർത്താവിന് ഇങ്ങനെ വിഭജിച്ച് കഴിഞ്ഞ് വീണ്ടും യോജിപ്പിക്കും. ലത്തീൻ ആരാധനക്രമത്തിലുണ്ട്, പൗരസ്ത്യ ആരാധനക്രമത്തിലുണ്ട്. അവൻ്റെ ജീവൻ അവനിൽ നിന്ന് വേർപ്പെടുത്തും അവർ കൊല്ലും. പക്ഷേ അവൻ വീണ്ടും ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പുതിയ ജനസിലുള്ള ജീവനിലേക്ക് പ്രവേശിക്കുന്ന ശരീരത്തോടു കൂടിയാണ്. അവൻ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട് അവൻ മരിക്കുന്നു. പക്ഷേ അവൻ ശരീരത്തോടു കൂടി ഉയർക്കുന്നു. അപ്പോൾ വീണ്ടും അവൻ പുതിയ ജനസിലുള്ള ജീവനിലേക്ക് ശരീരത്തോടു കൂടി, ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വീകൃതമായ ശരീരത്തോട് പ്രവേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്നെ തന്നെ സ്വീകരിക്കുക. അത് ഈ എന്നെ തന്നെ സ്വീകരിക്കുക, എന്നെ തന്നെ പാനം ചെയ്യുക പറഞ്ഞാൽ ഉത്ഥാനം ചെയ്ത് പുതിയ ജനസിലുള്ള ജീവനിലേക്ക് പ്രവേശിച്ച എന്നെ എന്നാണ്. അത് അവന് സാധിക്കുന്നത് അവൻ ദൈവം മനുഷ്യനായ ആളായതുകൊണ്ടാണ്. ഈ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ടുള്ള ആ പുതിയ ജനസിലുള്ള ജീവൻ, പുതിയ ജനസിലുള്ള ശരീരം, പുതിയ ജനസിലുള്ള രക്തം, അതാണ് ജീവൻ എന്ന് പറയണേ. രക്തം വെച്ചോ ജീവൻ. അത് അന്ത്യത്താഴത്ത് നൽകാൻ കഴിയുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ്, അവനത് കൊണ്ടുവരാൻ കഴിയുമെന്നത് കൊണ്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പെസഹ ഭക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ, ഈ പെസഹ ഭക്ഷണം, ഈ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളോടുകൂടെ ഞാൻ എന്നെ തന്നെ ദിവ്യ കുഞ്ഞാടായി നിങ്ങൾക്ക് പകത്ത് നൽകാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചുവെന്നാണ്. പീഡ അനുഭവിക്കും മുമ്പ് ഞാൻ ഉത്ഥാനം കഴിഞ്ഞിട്ട് വരുന്ന ആ പുതിയ ജനസിലുള്ള ജീവൻ നിങ്ങൾക്ക് ഇപ്പോഴേ പങ്കുവെച്ച് നൽകാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതിനാൽ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം അന്ത്യത്താഴത്തിൽ അവൻ നൽകുന്നത് മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത് പുതിയ ജനസിലുള്ള ജീവനാണ്. അപ്പം മരണവും ഉത്ഥാനവും ഇല്ലെങ്കിൽ ഈ അന്ത്യത്താഴത്തിന് അർത്ഥമുണ്ടാകില്ല, കുർബാനയ്ക്ക് അർത്ഥമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഇവ തമ്മിൽ വേർപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഈ പെസഹ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ പെസഹ കുഞ്ഞാടിനെ കഴിക്കാനാണ്. അവിടെ പെസഹ കുഞ്ഞാടായിട്ട് യേശു തന്നെയാണ് ഇരിക്കുന്നത്. അവൻ പെസഹ കുഞ്ഞാടായിട്ട് അറക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ്. പിന്നെ ഉത്ഥാനം ചെയ്യും. അങ്ങനെ പുതിയ ജനസൽ ജീവനിലേക്ക് വരും. ആ ജീവനാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആത്മാവാണ് ജീവൻ നൽകുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആ ആത്മാവെന്ന് പറയുന്നത് അവൻ്റെ പുതിയ ജനസിലുള്ള ജീവനാണ്. അപ്പോൾ യേശുവിനെ ഇപ്പം നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ജീവദായകനായ ആത്മാവായിട്ടാണ് നമ്മൾ അവനെ സ്വീകരിക്കുന്നത്. ഞാനതൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവദായകനായ ആത്മാവായിട്ടാണ് നമ്മൾ കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കുന്നത്. അവൻ ജീവദായകനായ ആത്മാവായി മാറിയെന്ന് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പെസഹ പീഡ അനുഭവിക്കുക, പാസ്കോ, പെസഹ ഭക്ഷണം കഴിക്കുക, പാസ്ക, അതുമായിട്ട് ബന്ധം പീഡാനുഭവം പിന്നെ പെസഹ ഭക്ഷണവും രണ്ടും കൂടി ചേർത്താണ് നമ്മൾ പെസഹ വ്യാഴം എന്ന് പറയുന്നത്. പെസഹ വ്യാഴം അന്ന് കർത്താവ് ചെയ്ത
ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ സാധാരണ പള്ളികളിൽ ആചരിക്കുന്നത്. ഒന്ന്, പാദക്ഷാളനം, ശിഷ്യന്മാരെ കാൽപാദങ്ങൾ കഴുകുന്നു. 2, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കുർബാനയെക്കുറിച്ചും. പിന്നെ കുർബാനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ധാരാളം കാര്യങ്ങൾ ഞാൻ കുർബാനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാദക്ഷാളനത്തെക്കുറിച്ചും ധാരാളം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ പാദക്ഷാളനം കഴിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ സംഭാഷണമുണ്ടല്ലോ, ആ സംഭാഷണത്തിൽ ഒരു കാര്യമാണ് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാഠം ഒന്ന് ആദ്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 21 മുതൽ 1 മുതൽ 14 വരെയാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സംഭാഷണം, അതാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ സാക്ഷ്യപ്പെടുത്തി പ്രഖ്യാപിച്ചു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെക്കുറിച്ച് പറയുന്നുവെന്ന് അന്ധാളിച്ച് ശിഷ്യന്മാർ പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുവൻ യേശുവിന്റെ മാറിടത്തിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ പറഞ്ഞത് ആരെക്കുറിച്ച് എന്ന് ചോദിക്കുക. യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, അത് ആരാണ്? യേശു പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ ഇസ്കറിയോത്തിന്റെ മകനായ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ അവൻ ഇത് എന്തിന് അവനോട് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിന്റെ പക്കലായിരുന്നതിനാൽ തിരുനാളിന് ആവശ്യമുള്ളത് മേടിക്കുക എന്നോ ദരിദ്രർക്ക് വല്ലതും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് കൽപ്പിച്ചതെന്ന് ചിലർക്ക് തോന്നി. ആ അപ്പക്കഷ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രി ആയിരുന്നു. ഈ തിരുവചന പാഠത്തിലെ ഒരു 12 പോയിന്റുകൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 1, യേശു ആത്മാവിൽ അസ്വസ്ഥനായി. 1, യേശുവിൻ്റെ അസ്വസ്ഥത, അതാണ് ഒന്നാമത്തെ കാര്യം. യൂദാസിനോട് യേശു സംസാരിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ, അതായത് പാദക്ഷാളനം കഴിഞ്ഞ് യൂദാസിന് സംസാരിക്കാൻ തുടങ്ങുകയാണ്, ആ നിമിഷത്തിൽ കർത്താവിന് അസ്വസ്ഥനാകുകയാണ്. നിശബ്ദം കടിച്ചിറക്കുന്ന വേദനയും കണ്ണീരും ആ നിമിഷത്തിലുണ്ട്. മാലാഖയുടെ പുഞ്ചിരി പോലെ അത്രയും പ്ലസൻ്റായിട്ട് നടക്കുന്ന കർത്താവ് ഇപ്പോൾ ആത്മാവിൽ അസ്വസ്ഥനായി, ഇങ്ങനെ നിശബ്ദമായിട്ട് വേദന കടിച്ചിറക്കി, കണ്ണീര് വീഴുന്നില്ലെങ്കിലും ഇപ്പോൾ പൊടിയുമെന്ന മട്ടിൽ അങ്ങനെ വളരെ അസ്വസ്ഥനായിട്ടാണ് കർത്താവ് അവിടെ ഇരിക്കുന്നത്. കാരണം അവൻ പറയുകയാണ്, നിങ്ങളിലൊരുവൻ, അവൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യേശു ആത്മാവിൽ അസ്വസ്ഥനാകുന്നതിനെ കുറിച്ച് 3 പ്രാവശ്യമാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. 1, ലാസറിന്റെ കുഴിമാടത്തിങ്കിൽ വെച്ച്, യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 33 മുതൽ 38 വരെ. പിന്നെ ഓശാന ഞായറാഴ്ച ഒരു ഗത്സമൻ അനുഭവം പോലെ ഉണ്ടാകുന്ന, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചയിൽ. ഈ ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ വന്നപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയണം, എങ്കിലേ ഗ്രീക്കുകാർക്ക് തന്നെ കാണാൻ പറ്റൂ എന്ന് കർത്താവ് പറഞ്ഞു നിന്ന നിമിഷത്തിൽ കർത്താവ് അസ്വസ്ഥനാകുന്നുണ്ട്, ആത്മാവിൽ അസ്വസ്ഥനാകുന്നുണ്ട്. കാരണം അവൻ കുരിശിൽ മരിച്ച് ആ മരണത്തിൻ്റെ അസ്വസ്ഥതയാണത്. പിന്നെ ഉത്ഥാനം ചെയ്താലേ ഗ്രീക്ക്, അങ്ങനെ ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്ന ഗോതമ്പ് മണി ആയിട്ടേ ഗ്രീക്കുകാർക്ക് യേശുവിനെ കാണാൻ കഴിയൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു അത്. 3-ാമത്തത് ഈ രംഗത്താണ്. ഈ മരണത്തിന്റെ ഭീകരതയുമായി കർത്താവ് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. അന്ധകാരത്തിന് ശക്തിയായ സാത്താനുമായി ഒരു മൽപ്പിടുത്തമാണ്. ഈ മൽപ്പിടുത്തത്തിൽ യേശു ജയിക്കും. പക്ഷെ മൽപ്പിടുത്തത്തിന്റെ വേദനയുണ്ട്. ആ വേദനയാണ് ഈ അസ്വസ്ഥതയായിട്ട് വരുന്നത്. അപ്പൊ യൂദാസില് ആ ഒറ്റക്കൊടുക്കുന്നതിൽ, യൂദാസിന്റെ ഒറ്റക്കൊടുക്കലിൽ യേശു കാണുന്ന സാത്താന്റെ ശക്തി തന്നെയാണ്. ആ സാത്താനുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അസ്വസ്ഥത. അത് മറ്റൊരു വീക്ഷണത്തിലും കൂടി പറയാം. ഈ മൽപ്പിടുത്തത്തിൽ
ജയിക്കുന്നതിലൂടെയാണ് പുതിയ ജീവൻ, പുതിയ ജനുസിലുള്ള ജീവൻ, നിത്യജീവൻ, സമൃദ്ധമായ ജീവൻ നൽകാനായിട്ട് കർത്താവിന് കഴിയുക. ആ പുതിയ ജീവന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ കർത്താവിന്റെ പാർശ്വം പിളർന്ന് രക്തവും വെള്ളവും ഒഴുകണം. അതിലൂടെയാണ് പരിശുദ്ധാത്മാവിനെയും മാമോദീസയും കുർബാനയും തന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി അതിലൂടെ പുതിയ ജനസുള്ള ജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ പാർശ്വം പിളർന്ന് ഈ ഒരു ഗർഭിണി ഇല്ലേ, അവളുടെ ഗർഭപാത്രം തുറന്ന് രക്തത്തിലും വെള്ളത്തിലും കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെയാണ് യേശുവിന് സംഭവിക്കുന്നത്. യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 16:21 തന്റെ മരണത്തെ ഗർഭിണിയുടെ പ്രസവത്തോട് കർത്താവ് ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് ഒരു ഗർഭിണിയുടെ ഈറ്റ് നോവാണ്, പ്രസവ വേദനയാണ്. അത് വേദനയാണ്, പക്ഷെ അതേസമയം അതിനകത്ത് അസ്വസ്ഥതയുണ്ട്, വേദനയുണ്ട്, നിലവിളിക്കും. എങ്കിലും അതിലൂടെ കടന്നു പോയാലേ നമുക്ക് പുതിയ ജനസുള്ള ജീവൻ നൽകാൻ കഴിയൂ. ഈ അസ്വസ്ഥതയും വേദനയും എല്ലാം കർത്താവ് അവിടെ നിശബ്ദം കടിച്ചിറക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ സംഗതി, ഈ യേശുവിൻ്റെ അസ്വസ്ഥതയും ഈ വെളിപ്പെടുത്തലും കേട്ടപ്പോൾ ശിഷ്യന്മാർ അന്താളിച്ചു. ശിഷ്യന്മാരുടെ അന്താളിപ്പ്, അതാണ് രണ്ടാമത്തെ കാര്യം. ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആ യേശുവിൻ്റെ വചനം ശിഷ്യന്മാരെ വല്ലാതെ വിരളി പിടിപ്പിച്ചു. അവരിലൊരു ജിജ്ഞാസ ഉണ്ടായി, ആരാണ് ആരാണ്. എന്തുകൊണ്ടങ്ങനെ ആരാണെന്ന് ചോദിക്കാൻ കാരണം, അവരെല്ലാവരും ഒരു ഒറ്റുകാരൻ്റെ മനസ്സ് പേറുന്നവരാണ്. നമ്മളും എപ്പോൾ വേണമെങ്കിലും നമ്മൾ കർത്താവിന് ഒറ്റിക്കൊടുക്കാം എന്നൊരു അവസ്ഥയുണ്ട്. കാരണം എന്താ, കർത്താവിനോട് നമുക്ക് ദേഷ്യമുണ്ട് പല കാര്യങ്ങളിലും. നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ വെച്ചിട്ടോ, രോഗം, സാമ്പത്തിക തകർച്ച, അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ കർത്താവിനോട് നമുക്ക് ഇഷ്ടക്കുറവുണ്ട്. അന്ന് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ഇവൻ രാജ്യം സ്ഥാപിക്കുന്നില്ല, പല പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റിക്കൊടുക്കുന്ന യുവദാസിന് മാത്രമല്ല, മറ്റുള്ളവർക്കും അന്താളിക്കാൻ തക്ക വിധം അവരുടെ മനസ്സിൽ ഒറ്റുകാരൻ്റെ മനസ്സുണ്ടായിരുന്നു, ഒറ്റുകാരൻ്റെ ചിന്തയുണ്ടായിരുന്നു. അതേസമയം അവരാരും തീരുമാനിച്ചിട്ടില്ല കർത്താൻ ഒറ്റിക്കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് തങ്ങളല്ല വേറെ ആളായിരിക്കും, ഞാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാനായിരിക്കില്ല. അപ്പോൾ ഒരു ജിജ്ഞാസയായി, ആരായിരിക്കും. ശിമയോൻ പത്രോസ് യേശുവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടക്കുന്ന യോഹന്നാൻ ആംഗ്യം കാണിച്ച് ചോദിച്ചു, അതാരാന്ന് നീ ചോദിക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ അന്ത്യത്താഴത്തിൻ്റെ ഇരിപ്പിട സംവിധാനം നമ്മൾ ഒന്ന് പഠിക്കണം, കാണണം. ഞാനൊരു വീഡിയോ തന്നെ, അത് ചിത്രമടക്കം ഞാനൊരു വീഡിയോ തന്നെ കാണിച്ചിരുന്നു മുൻപ്, ഈ അന്ത്യത്താഴത്തിൻ്റെ ഇരിപ്പിട സംവിധാനം എങ്ങനെ. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടി ഞാനൊരു ഒരു ഒരു മോഡൽ വെറുതെ കാണിക്കുകയാണ്, ഒരു രീതി. ഇങ്ങനെ ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. ഇങ്ങനെ ഒരു സി ആകൃതിയിലാണ് അവർ അന്ത്യത്താഴത്തിൻ്റെ ട്രിക്ലിനിയും എന്നാണ് പറയുക അല്ലേ. ഈ അന്ത്യത്താഴത്തിന് ഇരിക്കുന്ന രീതി ഇങ്ങനെ ഒരു സി ആകൃതിയിലാണ്. ഇവിടെ നടുക്കല്ല യേശുക്രിസ്തു ഇരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാണ്, ഇവിടെ നടുക്കല്ല യേശുക്രിസ്തു ഇരിക്കുന്നത്. അങ്ങനെയാണെന്ന് കരുതിയിട്ടാണ് അന്ത്യത്താഴത്തിൻ്റെ മേശ പോലെ വേണമെന്ന് പറഞ്ഞിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന വേണമെന്ന് പറയുന്നത്. അവർക്കത് അറിയാൻ പാടില്ല. ഇവിടെ സെൻട്രലല്ല യേശുക്രിസ്തു ഇരുന്നത്, ഇവിടെയാണ്. മനസ്സിലായി? ഈ അറ്റത്തെന്ന് പറഞ്ഞാൽ ഇവിടെ യേശു നയിച്ച ശിഷ്യൻ, അതിനിപ്പുറത്ത് യേശു, അതിനിപ്പുറത്ത് യൂദാസ്. പത്രോസ് ഇരിക്കുന്നത് ഇവിടെയാണ്. പത്രോസ് ഇരിക്കുന്നത്. യേശു ഇരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ അവ ഇരിക്കുന്ന വിധം എന്ന് പറയുന്നത് ഇതൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ഈ ഇടത്തോട്ട് ചരിഞ്ഞ് ആണ് ഇരിക്കുക. വലത്ത് കൈകൊണ്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഇടത്തോട്ട് ചെരിഞ്ഞ്. അപ്പോൾ ഇടത്തോട്ട് ചെരിയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ നെഞ്ചിലേക്കാണ് വരിക. വലത്ത് വശത്തിരിക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ അയാളുടെ ഇടത്തോട്ട് തിരിയുമ്പോൾ യേശുവിൻ്റെ നെഞ്ചിലേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ ചോദിക്കാനുള്ള കുറച്ചൊരു എളുപ്പമുണ്ട്. യേശു ചാരിയിരിക്കുന്നത് യൂദാസിന്റെ നെഞ്ചിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം, അവൻ അറിഞ്ഞു, തനിക്ക് സ്വന്തമായുള്ളവർ അറിഞ്ഞു, അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവൻ അറിഞ്ഞിട്ടും സ്നേഹിച്ചു. സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയി.
അങ്ങനെ അറ്റം വരെ പോകുന്നതിൻ്റെ ഒരു പ്രതീകമാണ് കാല് കഴുകുന്നത്. യൂദാസിനെ സ്നേഹിച്ച് അവന് നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് അവനോട് അവനെ സ്നേഹിച്ച് അവൻ്റെ സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ച് അവനെ ഈ ഒറ്റിക്കൊടുക്കലിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അറ്റം വരെ, അതായത് താൻ സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക, അതാണ് അറ്റം വരെ സ്നേഹിച്ചെന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഇതൊന്ന് ഓർക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാണ്, യേശു ഇരിക്കുന്നത് ഇവിടെയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ ഈ അറ്റത്ത്, പിന്നെ യേശു, യൂദാസ്, പത്രോസ് ഇരിക്കുന്നത് ഇവിടെ. പത്രോസ് യേശു സ്നേഹിച്ച ശിഷ്യനോട്, ഒന്നുകൂടി നോക്കുക, പത്രോസ് യേശു സ്നേഹിച്ച ശിഷ്യനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു, യേശുവിനോട് ചോദിക്കാൻ. യേശുവിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുകളൊന്നോട് നോക്കിയാൽ, യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന് ഒറ്റിക്കൊടുത്തവൻ, അതിൻ്റെ രണ്ടിന് ഇടയ്ക്കാണ് കർത്താവ്. അതൊരു പ്രതീകമാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന് ഒറ്റിക്കൊടുക്കുന്നവൻ. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും, കർത്താവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു കള്ളൻ, മറ്റൊരു കള്ളൻ. ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടു, മറ്റേ കള്ളൻ മാനസാന്തരപ്പെട്ടില്ല. നമ്മളെല്ലാവരും ഈ യൂദാസിൻ്റെയും യോഹന്നാൻ്റെയും മാനസിക അവസ്ഥ നമ്മളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മിലൊരു യൂദാസുമുണ്ട്, നമ്മിലൊരു യേശു സ്നേഹിച്ച ശിഷ്യനുമുണ്ട്. കർത്താവിൻ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് അവൻ്റെ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിഞ്ഞാലേ നമുക്ക് ശരിക്കും ക്രിസ്ത്യാനായിട്ട് ജീവിക്കാൻ പറ്റൂ. യേശുവിന് നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് അവൻ്റെ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിയാം. ഇപ്പം നമ്മൾ പുറം കൊണ്ട് ചാരിക്കിടക്കുക മാത്രമല്ല, കർത്താവ് നമ്മളും ഒന്നായി തീരുകയാണ് വിശുദ്ധ കുർബാനയിൽ. നമ്മുടെ ശരീരവുമായിട്ടും നമ്മുടെ രക്തവുമായിട്ടും അവൻ്റെ ശരീരവും രക്തമായിട്ടും ഒന്നായി തീരുകയാണ് കുർബാനയിൽ. അപ്പോൾ യോഹന്നാൻ അന്നിരുന്നതിനേക്കാളും കുറേ കൂടി അടുത്താണ് ഇപ്പം നമ്മൾ കർത്താവുമായിട്ട് ഇരിക്കണേ. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയമിടിപ്പുകൾ നമുക്ക് തിരിച്ചറിയാൻ കുറേ കൂടി എളുപ്പമുണ്ട്. പക്ഷെ ആ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പ്രതിസ്പന്ദിച്ചാലാണ് നമുക്ക് യേശു സ്നേഹിച്ച ശിഷ്യന്മാരായിട്ട് മാറുക. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റുകാരായിട്ട് മാറും. യേശു പറഞ്ഞ വചനം സത്യം പറഞ്ഞാൽ ഗ്രഹിക്കാൻ, മൂന്നാമത്തെ കാര്യം ഞാൻ പറയണേ, ഗ്രഹിക്കാൻ പ്രയാസമുള്ളതല്ല. അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ എന്നാ പറഞ്ഞത്. അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. എന്നിട്ട് യേശു അപ്പക്കഷ്ണം മുക്കി യൂദാസിനെ കൊടുക്കുകയും ചെയ്തു വാസ്തവത്തിൽ. പക്ഷേ അതൊന്നും ആ സമയത്ത് അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് യോഹന്നാൻ എഴുതുകയാണ്, അവർക്ക് മനസ്സിലായില്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് സംസാരിച്ചിട്ടും അവർക്കത് മനസ്സിലായില്ല. കാരണം അവരുടെ മനസ്സ് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലല്ല. ഇപ്പം നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കർത്താവിൻ്റെ വചനം നമുക്ക് പലതും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഗ്രഹിച്ചാൽ തന്നെയും അതനുസരിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരും അൽമായരിലെ കുറച്ച് പേരും മാർപ്പാപ്പയെ ധിക്കരിക്കുക, മെത്രാമാരെ ധിക്കരിക്കുക, സഭയെ ധിക്കരിക്കുക. എന്നിട്ട് ധിക്കരിക്കുക മാത്രമല്ല, പൗരത്വ സഭകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ദൈവശാസ്ത്രത്തെ അവഹേളിക്കുക. ഈ പൗരത്വ സഭകളുടെ ദൈവശാസ്ത്രമാണ് കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും ഉയർന്ന ദൈവശാസ്ത്രം. അതിനെയെല്ലാം അവഹേളിച്ച്, അതായത് തങ്ങളുടെ സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കും ഭൗതികമായ നേട്ടങ്ങൾക്കും വേണ്ടി പൗരത്വ സഭകളെയും കത്തോലിക്ക സഭയും അതിന് ദൈവശാസ്ത്രത്തെയും എല്ലാം അവഹേളിച്ച് ആക്ഷേപിച്ച് കർത്താവിൻ്റെ മുഖത്ത് തുപ്പുന്ന പോലെ ചെയ്യുകയാണ്. അവർക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാനിത് പറയുന്നത് കേൾക്കുമ്പോഴും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ ഇതിനെ പിന്നെയും എതിർത്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ അവർ ആരോപിച്ചുകൊണ്ടിരിക്കും. ഈ യൂദാസിനും പറ്റിയത് അത് തന്നെയാണ്. യേശു അവൻ വിചാരിച്ച പോലെയല്ല യേശു പെരുമാറുന്നത്. അതാണ് യൂദാസിന്റെ മെയിൻ പ്രശ്നം. അപ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്തൊരു മാനസിക അവസ്ഥ വരുന്നു. അപ്പോൾ നമുക്ക് നാലാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഈ തിരുവഴുത്തുകൾ പൂർത്തിയാകാൻ എന്ന് പറയുന്ന കർത്താവ് പറയുന്നുണ്ട് അവിടെ. തിരുവഴുത്തുകൾ പൂർത്തിയാകാൻ, ഈ എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയണേ. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഈ ഒന്നാമത്തത്, ഇത് യേശുവിൻ്റെ ഒരു സംഭാഷണ രീതിയാണിത്. തിരുവഴുത്തുകൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അതായത് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അന്ത്യവും, തൻ്റെ ജീവിതം തന്നെ തിരുവചനങ്ങൾ കൊണ്ടാണ് കർത്താവ് നെയ്ത് ഉണ്ടാക്കുന്നത്. തിരുവചനങ്ങളെ അല്ലെങ്കിൽ
തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് ആധാരമായിട്ട് കർത്താവ് കാണുന്നത് തിരുവെഴുത്തുകളാണ്. അങ്ങനെ തൻ്റെ ജീവിതം തന്നെ, തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ, തൻ്റെ മരണവും ഉത്ഥാനവും എല്ലാം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കർത്താവ് കാണുകയാണ്. അതുകൊണ്ടാണ് അത് രക്ഷാചരിത്രമാകുന്നതും നമുക്ക് രക്ഷയാകുന്നതും. തിരുവെഴുത്തുകൾ പൂർത്തിയാക്കുന്ന തരത്തിൽ കർത്താവ് ജീവിക്കുകയാണ്. പിന്നീട് അവർക്ക് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകും. പക്ഷെ ആ സമയത്ത് അവർക്ക് മനസ്സിലാകുന്നില്ല. യേശു സഞ്ചരിക്കേണ്ട പാത ഏതെന്ന് തിരുവെഴുത്തുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അന്ത്യത്താഴത്തിലിരുന്ന ശിഷ്യന്മാർക്ക് ആ ഘട്ടത്തിൽ മനസ്സിലായില്ല. പിന്നീട് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴൊക്കെയാണ് മനസ്സിലായത്. യേശു സഞ്ചരിക്കേണ്ട പാത ഏതെന്ന് കൃത്യമായിട്ട് തിരുവെഴുത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തിരുവെഴുത്താണ് സങ്കീർത്തനം 41:9, പിന്നെ 55:13. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി. അതായത് കർത്താവ് അവസാനം വരെ സഹിക്കണം. നീതിമാൻ സഹിക്കേണ്ടി വരും. ജ്ഞാനഗ്രന്ഥത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമാണത്. നീതിമാൻ സഹിക്കേണ്ടി വരും. ഈ നീതിമാൻ സഹിക്കേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളും യേശു സഹിക്കണം, ഒരു അണു പോലും കുറയാതെ. അതേക്കുറിച്ച് സങ്കീർത്തനങ്ങൾ പല വിധത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം കർത്താവ് തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് ചൊല്ലുന്നുണ്ട്. 69-ാം സങ്കീർത്തനം, പിന്നെ ഈ സഹനദാസനെ കുറിച്ചുള്ള യെശയ്യായുടെ പ്രവചനങ്ങൾ. അപ്പൊ ഇതെല്ലാം ഈ സങ്കീർത്തനങ്ങളിൽ തന്നെ നീതിമാന്റെ സഹനത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ സഹനങ്ങളെല്ലാം ഏറ്റവും നല്ല നീതിമാൻ, ഏറ്റവും വലിയ നീതിമാൻ എന്ന നിലയിൽ യേശു സഹിക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തിരുലിഖിതങ്ങള്, സങ്കീർത്തനം യേശുവിലൂടെ പൂർത്തിയാകുകയാണ്. സങ്കീർത്തനത്തിന്റെ യഥാർത്ഥ വിഷയം തന്നെ യേശുവായിട്ട് മാറുകയാണ്. സങ്കീർത്തനങ്ങളിൽ വലിയൊരു ശതമാനം രചിച്ചത് ദാവീദാണ്. ആ സങ്കീർത്തനങ്ങൾ പറഞ്ഞ തിരുവെഴുത്തുകൾ യേശുവിൽ പൂർത്തിയാകുമ്പോൾ യഥാർത്ഥ ദാവീദായിട്ട് യേശു മാറുകയാണ്. തീർന്നില്ല. സങ്കീർത്തനത്തിന്റെ യഥാർത്ഥ രചയിതാവ് യേശുവാണ്. ദാവീദാത്മജനായ യേശുവാണ് സങ്കീർത്തനത്തിന്റെ രചയിതാവ്. ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ ഞാൻ പറയണേ, ചരിത്രപരമായി ദാവീദോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ തിരുവെഴുത്തുകൾ, അവർ എഴുതി വെച്ച തിരുവെഴുത്തുകൾ യേശുവിൽ പൂർത്തിയാകുമ്പോൾ അത് എഴുതി വെക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച യഥാർത്ഥ ഗ്രന്ഥകർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. ഇങ്ങനെയാണ് അവൻ തിരുവെഴുത്തുകൾ പൂർത്തിയാക്കുന്നത്. അതായത് സങ്കീർത്തനം ഇപ്പോൾ യേശുവിലേക്ക് നിതാന്തമായി ഒഴുകുകയാണ്. യേശു എന്ന ദാവീദിൽ നിന്നാണ് സങ്കീർത്തനങ്ങൾ ഉറവയെടുക്കുന്നത്. അവനിലൂടെയാണ് ആ സങ്കീർത്തനങ്ങൾക്ക് അർത്ഥം വരുന്നത്. അങ്ങനെ യഥാർത്ഥ ഗ്രന്ഥകർത്താവായി, സങ്കീർത്തനങ്ങളുടെ രചയിതാവായി ദാവീദായി യേശു മാറുകയാണ്. ഇത് നമുക്കും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഗതികൾക്കും തിരുവെഴുത്തുകൾ ആധാരം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതവും യേശുവിൻ്റെ പോലെ അത്രയും അല്ലെങ്കിലും നമ്മുടെ ജീവിതവും രക്ഷാചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഗതികൾക്കും തിരുവെഴുത്തുകൾ നിറവേറുന്ന തരത്തിൽ നമുക്കത് കണ്ടെത്താൻ കഴിയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്താൽ നമുക്ക് ഈ സഹനത്തിലൊരു കയ്പുണ്ടല്ലോ, അതുണ്ടാകില്ല. നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷെ തിരുവചനങ്ങൾ അനുസരിച്ചാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, ആ തിരുവെഴുത്തുകൾ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരുന്നാൽ ഈ സഹനത്തിന്റെ കയ്പ് നമുക്ക് അനുഭവപ്പെടുകയില്ല. സഹിക്കേണ്ടി വരും, കയ്പുണ്ടാവില്ല. ഈ തിരുവെഴുത്ത് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വാക്ക് മാറ്റി പറഞ്ഞു. അതാണ് 5-ാമത്തെ കാര്യം. ഒരു വാക്ക് മാറ്റി. അതായത് എൻ്റെ പ്രാണസ്നേഹിതൻ, എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവൻ തന്നെ എനിക്ക് കുതികാൽ ഉയർത്തി എന്ന് പറയുന്നിടത്ത് ഭക്ഷിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പഴയ നിയമത്തിന്റെ സെപ്തുജിന്തിൽ നിന്നാണ് എടുത്തിരിക്കുന്ന കർത്താവ്. പഴയ നിയമത്തിൽ എസ്തിയോ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എസ്തിയോ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിനാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കില്ലേ, അതിനുദ്ദേശിക്കുന്നതാണ്. പക്ഷെ യേശു സങ്കീർത്തനം കോട്ട് ചെയ്തപ്പോൾ സങ്കീർത്തനത്തിലുള്ള എസ്തിയോ എന്ന വാക്കല്ല ഉപയോഗിച്ചത്, ട്രോഗയൻ എന്ന വാക്കാണ്. ട്രോഗയൻ, ഇതേക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രോഗയൻ വളരെ ക്രൂഡായിട്ടുള്ളൊരു വാക്കാണത്. ഒരു പരിക്കൻ വാക്കാണ്. കാരണം മൃഗങ്ങൾ ഈ ചവച്ച് ച്യൂ ചെയ്ത് ഭക്ഷിക്കില്ലേ, അതിനുപയോഗിക്കുന്ന വാക്കാണത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 54 മുതൽ 58 വരെ 4 പ്രാവശ്യം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അപ്പുറത്ത് 2 അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. ചവച്ച് തിന്നു തന്നെ വേണമെന്നാണ്. ചവച്ച് തിന്നണം. അതായത് കുർബാന എന്ന് പറയുന്നത് ഈ ആലങ്കാരിക അർത്ഥത്തിൽ ഭക്ഷിക്കാന്നല്ല പറഞ്ഞിരിക്കുന്നത്, ശരിക്കും തിന്നണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 54-58. ഇവിടെ അതൊന്നും തന്നെ പറയുന്നത്. അതായത് ഇതൊരു സാധാരണ ഭക്ഷണമല്ല.
കൗദാശിക ഭക്ഷണമാണ്. കൂദാശയിൽ പങ്കെടുക്കുന്ന ആളാണ്, ആ കൗദാശിക ഭക്ഷണം കഴിക്കുന്ന ആളാണ് കർത്താവിനെതിരെ കുതികാൽ ഉയർത്തി. കുതികാൽ എന്ന് പറഞ്ഞ കാലിൻ്റെ ഉപ്പറ്റില്ലേ, ഉപ്പറ്റി ഉയർത്തിട്ട് കർത്താവിനെ തള്ളിയിടാൻ. ഇനി കുതികാൽ ഉയർത്തി കർത്താവിൻ്റെ നെഞ്ചിലേക്ക്, ഇല്ലേ, എൻ്റെ നെഞ്ചത്ത് വെക്കണമെന്ന് പറയില്ല, അതുപോലെ തന്നെ അവൻ്റെ കുതികാൽ ഉയർത്തിയിട്ട് കർത്താവിന് ചവിട്ടാൻ. അപ്പോൾ കൗദാശിക ഭക്ഷണം കഴിക്കുന്നവൻ, അത് ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന എസ്തി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ട്രോഗയൻ എന്ന വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നത്. ഇത് പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും അവരൊക്കെ മനസ്സിലാക്കേണ്ടതാ. അവരൊക്കെയും കർത്താവ് കുർബാന സ്ഥാപിച്ചില്ല, കൂദാശ സ്ഥാപിച്ചില്ല, ഈ കുർബാന അപ്പം ഭക്ഷിക്കാമെന്ന് പറഞ്ഞത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ നെഞ്ചത്ത് തന്നെയാണ് ചവിട്ടുന്നത്. കർത്താവിൻ്റെ നെഞ്ചത്ത് തന്നെയാണ്. യൂദാസ് ചെയ്ത അതേ കാര്യമാണ് അവർ ചെയ്യുന്നത്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, സത്യമാണത്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക തന്നെ വേണം, തിരിച്ചു വരണം. ഞാൻ ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഒരു സംഗതി ഒന്ന് വായിക്കുകയാണ്. സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള പ്രവചനമായി യേശു ഉദ്ധരിച്ച സങ്കീർത്തന വാക്യത്തിന് പുതിയൊരർത്ഥം നൽകുകയാണ് യേശു. ഭക്ഷിക്കുന്നതിന് ഗ്രീക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന എസ്തി എന്ന വാക്കിന് പകരമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അർത്ഥത്തിൽ എൻ്റെ ശരീരവും രക്തവും ഭുജിക്കുക എന്ന് സൂചിപ്പിക്കാൻ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഉപയോഗിച്ച ട്രോഗൻ എന്ന വാക്കാണ് ഇവിടെ യേശു ഉപയോഗിക്കുന്നത്. യോഹന്നാൻ 6:54-58. ഭുജിക്കുക എന്നതിൻ്റെ ആന്തരാർത്ഥത്തിന് തന്നെ വ്യത്യാസം വരുത്തിയിരിക്കുന്നു. അങ്ങനെ സുവിശേഷകന്റെ കാലത്ത് തന്നെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സഭയുടെ മേൽ പ്രവാചകന്റെ വചനത്തണലുകൾ കൊണ്ട് ഈ സങ്കീർത്തന വചനങ്ങൾ ഒരു ആവരണം സൃഷ്ടിക്കുന്നു. ഞാൻ ആ വാക്ക് ഒന്നുകൂടി വായിക്കുക. സുവിശേഷകന്റെ കാലത്ത് തന്നെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സഭയുടെ മേൽ പ്രവാചകന്റെ വചനത്തണലുകൾ കൊണ്ട് ഈ സങ്കീർത്തന വചനങ്ങൾ ഒരു ആവരണം സൃഷ്ടിക്കുന്നു. അന്നത്തെ സഭയുടെ മേൽ മാത്രമല്ല, എക്കാലത്തെയും സത്യസന്ധമായ വിശ്വാസത്തിന്റെ അവസാനത്തെ കണ്ണികൾ ഇളക്കി യേശുവിനെ സഹനത്തിന്റെ നീർക്കയത്തിലേക്ക് തള്ളിവിട്ടത് യൂദാസിന്റെ വഞ്ചന മാത്രമായിരുന്നില്ല. ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെയായി കുതികാലുയർത്തിയിരിക്കുന്നു. സങ്കീർത്തനം 41:9. ആത്മീയ സുഹൃബന്ധത്തിന്റെ കണ്ണികൾ മുറിക്കുന്നവരുടെ പ്രഹരം കൂദാശയായ സഭാ സമൂഹത്തിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. ആത്മീയ സുഹൃബന്ധത്തിന്റെ കണ്ണികൾ മുറിക്കുന്നവരുടെ പ്രഹരം, അടി കൂദാശയായ സഭാ സമൂഹത്തിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. തന്റെ അപ്പം സ്വീകരിക്കുന്നവർ തന്നെ അവനെ ചതിക്കുന്നു, അല്ലെങ്കിൽ യേശുവാകുന്ന അപ്പം ഭക്ഷിക്കുന്നവർ തന്നെ അവനെ ഒറ്റിക്കൊടുക്കുന്നു. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് 33 വൈദികര് ഏകദേശം 33 വയസ്സുള്ള കർത്താവിനെ ആ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുർബാന അപ്പം ഭക്ഷിക്കുന്ന കൗദാശിക ഇതിൽ പങ്കെടുക്കുന്ന ആ സമയത്ത് തന്നെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് മാർപ്പാപ്പ തന്നെ വിശേഷിപ്പിച്ച അത്രയും വലിയ മാരക പാപമാണ് അവർ ചെയ്തത്. യൂദാസ് ചെയ്ത ഒറ്റിക്കൊടുക്കലിനേക്കാളും ഒട്ടും കുറവല്ല ഈ 33 വൈദികരുടെ ചതി. യേശുവിന്റെ ദുഃഖവും സഹനവും മരണത്തിനെതിരെയുള്ള തന്റെ പോരാട്ടവും ലോകത്തിന്റെ അവസാനം വരെ തുടരും. അതായത് ഈ ഒറ്റിക്കൊടുക്കൽ തുടർന്നുകൊണ്ടിരിക്കും. കർത്താവ് ഈ ഇതിലൂടെ കർത്താവ് പോയിക്കൊണ്ടിരിക്കും. അതായത് ഈ മണിക്കൂറിൽ എക്കാലത്തെയും കർത്താവ് അന്നത്തെ മണിക്കൂറിൽ എക്കാലത്തെയും വഞ്ചനയും ഒറ്റിക്കൊടുക്കലും യേശു തൻ്റെ മേൽ ചുമക്കുകയാണ്. ഇപ്പോ ഞാൻ പറഞ്ഞു, നമ്മളാരും അതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. പക്ഷേ വളരെ പരസ്യമായി കുർബാനയെ ഇങ്ങനെ ഒറ്റിക്കൊടുത്തപ്പോൾ ആ ഒറ്റിക്കൊടുക്കലും ഈ 33 വയസ്സിലെ ഒറ്റിക്കൊടുക്കലും വഞ്ചനയും അന്ന് കർത്താവ് തന്റെ ശരീരത്തിൽ തന്നെ ചുമക്കുകയായിരുന്നു. അങ്ങനെ യേശു ചരിത്രത്തിന്റെ ആകുലതയെല്ലാം കൈപ്പേറി അന്ത്യം വരെ സഹിക്കുകയാണ്. 6ാമത്തെ പോയിന്റ്, യൂദാസിന്റെ സ്വഭാവ വൈകല്യം. യൂദാസിന്റെ മനഃശാസ്ത്രപരമായ അപഗ്രഥനമൊന്നും ബൈബിളിൽ നടത്തിയിട്ടില്ല. പക്ഷെ ഒരു സ്വഭാവ വൈകല്യത്തെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് 12ാമത്തെ അധ്യായത്തിൽ. അതായത് അവൻ ഈ ധനകാര്യം കൈകാര്യം ചെയ്തത് പുള്ളിയാണ്. ആ പണം കൈകാര്യം ചെയ്തിരുന്നവൻ കട്ടെടുത്തിരുന്നു, കള്ളനായിരുന്നു. ആ
പണസഞ്ചിയിൽ വീഴുന്നതിൽ നിന്ന് അവൻ കട്ടെടുത്തിരുന്നു. ഞാനിത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൗതികത തന്നെയാണ്. പണം കൈകാര്യം ചെയ്യുന്നതിൽ അവിശ്വസ്തതയുണ്ട്. അതാണ് ധിക്കാരത്തിലേക്കും അനുസരണക്കേടിലേക്കും പിന്നെ മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നത്. അതിനൊരു മറ മാത്രമാണ് ഈ പറയുന്ന ഈ കുർബാനയോടുള്ള എതിർപ്പ്, ഭൗതികതയുടെ പ്രശ്നം, ഒരു സ്വഭാവ വൈകല്യത്തിൻ്റെ പ്രശ്നമുണ്ട് അവിടെ. അതാണ് യൂദാസിൽ കാണുന്നത്, അവരിലും കാണുന്നത്. ഏഴാമത്തെ കാര്യം, യൂദാസിൽ സാത്താൻ പ്രവേശിക്കുന്ന ബൈബിളിൽ, ഞാൻ ബൈബിള് അനേകം വട്ടം വായിച്ചിട്ടുണ്ട്, അനേകം ബൈബിളുകൾ. അതായത് എൻ്റെ ഷെൽഫിൽ തന്നെ ഒരു 25-30 ബൈബിൾ മിനിമം തർജ്ജമകളുണ്ട്. അതെല്ലാം വായിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വചനമുണ്ടെങ്കിൽ അത് യോഹന്നാന്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 27-ാം വാക്യമാണ്. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഞാൻ പലപ്പോഴും വായിക്കാൻ, ഇപ്പം ഒരു ധ്യാനിപ്പിക്കുമ്പോൾ ചെയ്യുമ്പോൾ അവരോട് വായിക്കാൻ പറയും, എനിക്ക് പേടിയാണ്. കുർബാന സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ പ്രവേശിച്ചു. അതൊരു സാധാരണ അപ്പമാണെങ്കിൽ സാത്താൻ പ്രവേശിക്കില്ലല്ലോ. അപ്പം അത് കുർബാനയാണെന്നുള്ള കാര്യത്തിൽ പെന്തക്കോസ്ത ദൈവസഭക്കാർക്കും യഹോവ സാക്ഷികൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ? സാധാരണ അപ്പം ഭക്ഷിച്ചാൽ സാത്താൻ പ്രവേശിക്കില്ലല്ലോ. അത് കർത്താവായി മാറിയത് കൊണ്ടും ആ കർത്താവിന് അയോഗ്യതയോടെ ഒറ്റിക്കൊടുക്കാനുള്ള മനോഭാവത്തെ സ്വീകരിച്ചത് കൊണ്ടുമല്ലേ അത് സാത്താനായി മാറിയത്? ജീവന്റെ അപ്പം തന്നെ മരണത്തിന്റെ അപ്പമായി മാറി. ഇതേക്കുറിച്ച് കോറിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് 11-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ ഈ പാനപാത്ത് കുടിക്കുകയോ ചെയ്യുമ്പോൾ അവർ ആത്മശോധന ചെയ്യട്ടെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത്. ശിക്ഷാവിധി, രക്ഷയല്ല. ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം സ്വീകരിക്കാൻ. അങ്ങനെ ആത്മശോധന ചെയ്യാതെ സ്വീകരിച്ചവരിൽ നിങ്ങൾ കുറെ പേര് ബലഹീനരായി, കുറെ പേര് രോഗികളായി, കുറെ പേര് മരിച്ചുപോയി. സാത്താൻ പ്രവേശിച്ചു യൂദാസിലേക്ക്. അങ്ങനെ യൂദാസിന് സംഭവിച്ചത് നമുക്ക് മനഃശാസ്ത്ര വിദഗ്ധർക്കൊന്നും അപഗ്രഥിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്താണ്. അവൻ പൈശാചിക ശക്തിക്ക് അധീനനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധനും യൂദാസിന്റെ ആ അവസ്ഥ ശരിക്കും അപഗ്രഥിക്കാൻ കഴിയില്ല. അത്രമാത്രം അവൻ മറ്റൊരു ശക്തിക്ക്, അന്ധകാരത്തിന് ശക്തിക്ക് അധീനനായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ സംഭവിക്കുന്ന എന്താണ്? അതാണ് അടുത്തൊരു കാര്യം. ഈ വഹിക്കാൻ എളുപ്പമുള്ള നുകം എന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെത് ഒരു നുകം എന്ന് പറഞ്ഞാൽ, നുകം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അറിയോ? 2 കാളകൾ, ആ കാളകളുടെ അതാണ് നുകം അല്ലേ? വണ്ടിക്കാളകൾ നുകം വെക്കുന്നു, അല്ലെങ്കിൽ ഉഴവിനെ കൊണ്ടുപോകുമ്പോൾ നുകം വെക്കുന്നു. 2 കാളകളുണ്ടെങ്കിൽ 2 നുകം വെക്കുക. ഒറ്റയുള്ളതും ഉണ്ട്, പണ്ടൊക്കെ ഒറ്റക്കാളയ്ക്കും ഉണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞ എൻ്റെ നുകം എന്ന് പറഞ്ഞേ. അപ്പൊ രണ്ട് പേരുണ്ട് അവിടെ. ഒരു വശത്ത് ഒരാള്, ഇപ്പുറത്ത് വേറെ ആള്. കർത്താവിന്റെ നുഖമല്ലേ? അപ്പൊ ഇപ്പുറത്തുള്ളത് ആരാ? കർത്താവ്. ഇപ്പുറത്താണ് നമ്മൾ കഴുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. കർത്താവിന്റെ കഴുത്തിലിരിക്കുന്ന നുഖത്തിന് നമ്മൾ കഴുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കുന്ന നുഖമാണ് എളുപ്പമുള്ള നുഖം എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ നുഖം, ഒരു വശത്ത് കർത്താവാണ്, മറുവശത്ത് നമ്മളാണ്. ഇതാണ് എൻ്റെ നുഖം വഹിക്കാന്ന് പറഞ്ഞേ. ആ നുഖം വലിച്ചെറിഞ്ഞിട്ട് സാത്താന്റെ നുഖം എടുത്ത് വെച്ചിരിക്കുകയാണ് ആര്? യൂദാസ്. ഇതാണ് 8-ാമത്തെ കാര്യം. കർത്താവിന്റെ എളുപ്പമുള്ള നുഖം വലിച്ചെറിഞ്ഞിട്ട് പ്രയാസമേറിയ ദുഃഖം, ഈ നുഖം എടുത്ത് വെച്ചിരിക്കുക. കത്തോലിക്കർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഭാരമുണ്ട്. ഈ സാത്താന്റെ നുഖം നമ്മുടെ തോളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മളത് വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന്റെ നുഖം എടുത്ത് വെക്കുന്ന നിമിഷം ഏതാണ്? കുമ്പസാരക്കൂട്. കുമ്പസാരക്കൂട്ടിൽ ചെന്ന് കർത്താവേ, നിനക്കെതിരായും നിന്റെ പിതാവിനെതിരായും ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സാത്താന്റെ നുഖം വലിച്ചെറിയുകയും കർത്താവിന്റെ നുഖത്തിന് കീഴിൽ നമ്മളെ വെക്കുകയാണ്. എന്തൊരു ആശ്വാസക്കുറവ് ഈ കുമ്പസാരം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അല്ലേ? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ എന്തുമാത്രം ആശ്വാസമാണ്. എത്രയോ ഭാരം കുറഞ്ഞ നുഖമാണ് കർത്താവിൻ്റെത്. വഹിക്കാൻ എളുപ്പമുള്ള നുഖമാണത്. അപ്പൊ നമ്മളും ചിലപ്പോൾ യൂദാസിനെ പോലെ ഈ സാത്താന്റെ നുഖം എടുത്തു വെക്കും, സാത്താന്റെ ശക്തിക്ക് അധീനമാകും. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ്
നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അവ നിലനിർത്തപ്പെടും എന്ന് പറഞ്ഞ് കർത്താവ് സ്ലീഹന്മാർക്ക് തന്നെ പാപമോചന അധികാരം കൊടുത്തു. ഒമ്പതാമത്തെ കാര്യം, ഈ ദൈവത്തെങ്കിലേക്ക് നയിക്കാത്ത പശ്ചാത്താപം. യൂദാസിന്റെ അന്തരാത്മാവിൽ ചെറിയൊരു വെളിച്ചം ഉണ്ടായിരുന്നു, തീർത്തും കെട്ടുപോയിട്ടില്ലായിരുന്നു. കർത്താവിൻ്റെ കൂടെ കുറച്ച് നാളൊക്കെ നടന്നതാണല്ലോ, അതുകൊണ്ട് ചെറിയൊരു നുറുങ്ങുവട്ടം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചുവട്, മാനസാന്തരത്തിൻ്റെ ഒരു ചുവട് അവൻ വെച്ചു. അതായത് തൻ്റെ ഒറ്റിക്കൊടുക്കാനുള്ള ജോലി ഏൽപ്പിച്ചവരോട് ചെന്ന് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അപ്പോൾ ഒരു ഏറ്റുപറച്ചിൽ നടത്തി, ഒരു കുമ്പസാരം നടത്തി. അവൻ വാങ്ങിയ വെള്ളിക്കാശ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് പാപത്തിന്റെ ഫലം അന്ന് പോയി കള്ളു കുടിക്കാമെന്നൊന്നും കരുതിയില്ല, അത് പണം തിരിച്ചു കൊടുത്തു. യേശുവിനെ മരണത്തിൽ രക്ഷിക്കാനുള്ള ഒരു ശ്രമവും നടത്തി. മത്തായിയുടെ സുവിശേഷം 27:3-8 ഈ പണം തിരിച്ചു കൊടുത്തുകൊണ്ട്. അപ്പോൾ ചെറിയൊരു പ്രകാശം, കർത്താവിൻ്റെ കൂടെ നടന്നതിന്റെ പ്രകാശം അവനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ദൈവത്തിലേക്ക് അടുക്കാൻ മാത്രം ശക്തിയുള്ള ഒരു പശ്ചാത്താപമായി മാറിയില്ല. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പോരാ, ദൈവത്തെങ്കിലേക്ക് തിരിയണം. ദൈവത്തെങ്കിലേക്ക് തിരിയണമെങ്കിൽ എന്താണ് വേണ്ടത്? അതാണ് 10ാമത്തെ കാര്യം. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒറ്റിക്കൊടുക്കലായിരുന്നില്ല. യൂദാസിന്റെ ഒറ്റിക്കൊടുക്കലല്ല ഏറ്റവും വലിയ ദുരന്തം. പാപമോചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യേശു പാപം മോചിക്കുമെന്നും പശ്ചാത്തപിച്ച് അവനിലേക്ക് ചെന്നാൽ പാപമോചനം കിട്ടുമെന്നും വിശ്വസിക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല. അതാണ് യൂദാസിന്റെ ദുരന്തം. പാപമോചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യൂദാസിന്റെ ദുരന്തം. പെന്തക്കോസ്ത് ദൈവസഭക്കാരുടെയും യഹോവ സാക്ഷികളുടെയും പ്രൊട്ടസ്റ്റന്റുകാരുടെയും ഒക്കെ ദുരന്തം എന്ന് പറയുന്നത് ഈ പാപമോചനത്തിന്റെ കൂദാശ കർത്താവ് സ്ഥാപിച്ചതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുർബാനയെ നിഷേധിക്കുന്ന അവര് കർത്താവിന്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി പോയിട്ട് പശ്ചാത്തപിക്കാതെ നടക്കുകയാണ്. ഇതേ പ്രശ്നം തന്നെയാണ് നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഈ 33 വൈദികരുടെ കാര്യത്തിലും മറ്റു വൈദികരുടെ കാര്യത്തിലും നമ്മൾ കാണുന്നത്. അവർക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാവുന്ന തരത്തിലുള്ള പാപമോചനത്തിൽ വിശ്വാസമില്ല, പശ്ചാത്തപിക്കുന്നില്ല. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തുക മാത്രമല്ല, ഈ ധിക്കാരം തുടരാൻ പാടില്ലല്ലോ. അതേക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടെങ്കിൽ പിന്നെ ധിക്കാരം തുടരാൻ പറ്റില്ലല്ലോ. ധിക്കാരത്തിൽ നിന്ന് മനസ്സറിനക്കേട് നിന്ന് പിന്തിരിയണം, അതവർക്ക് കഴിയുന്നില്ല. അപ്പോൾ യൂദാസിന്റെ അതേ ദുരന്തമാണ് നമുക്ക് സംഭവിക്കുന്നത്. തന്റെ ഘോര പാതകത്തെക്കുറിച്ചുള്ള ചിന്ത അവനെ നിരാശയുടെ പടുകുഴിക്ക് തള്ളിയിടുകയാണ്. അവിടെ അയാളെയും അയാളെ ഗ്രസിച്ച അന്ധകാരത്തെ മാത്രമേ അയാൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കർത്താവിനെ കാണാൻ കഴിയുന്നില്ല, നമ്മുടെ വൈദികർക്കും കഴിയുന്നില്ല. യേശു അവന്റെ തേജസ്സും അയാളുടെ കണ്ണുകൾക്ക്, യൂദാസിന്റെ കണ്ണുകൾക്ക് അഗോചരമായി കാണാൻ പറ്റുന്നില്ല, നമ്മുടെ വൈദികർക്കും പറ്റുന്നില്ല. യേശുവിന്റെ വെളിച്ചം കാണാൻ അവർക്ക് അകക്കണ്ണ് തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെ ഗ്രസിച്ചിരിക്കുന്ന അന്ധകാരത്തെ കീഴടക്കാൻ സാധിക്കുമായിരുന്നു. യേശുവിന്റെ പ്രകാശം അവർ കാണാൻ പറ്റുമായിരുന്നു. അതിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഈ പൗരസ്ത്യ സഭ എന്ന് പറയുന്ന സഭയോട് തന്നെ വൈരാഗ്യം വെച്ച് പുലർത്തി അതിനെതിരെ പറഞ്ഞ് അങ്ങനെ അവർ വെളിച്ചം തന്നെ ഇരുട്ടായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ തേജസ്സോ കർത്താവിന്റെ പാപമോചനമോ കർത്താവിന്റെ ഈ സ്നേഹത്തിന്റെ ശക്തിയോ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. തെറ്റായ പശ്ചാത്താപമാണ് യൂദാസ് കാണിച്ചത്. അത്തരം പശ്ചാത്താപത്തിന് അതിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല. സ്വന്തം ഇരുൾ മാത്രമാണ് അവർ കാണുക. അതിന്റെ മുമ്പിൽ ഈ ഇരുട്ടിൽ നിന്നിട്ട് സ്വന്തം ഇല്ലേ, ചുറ്റും ഇരുട്ടിൽ നിന്നാൽ കൂരിരുട്ട് മാത്രമല്ലേ കാണൂ. നാശത്തിലേക്ക് നയിക്കുന്ന കൂരിരുട്ടല്ലേ അത്. ഈ അനന്ത വെളിച്ചമായ യേശുവിലേക്ക് തിരിയണ്ടേ? ആ യേശുവിൽ നോക്കുമ്പോൾ പിറന്നു വീഴുന്ന പ്രതീക്ഷയുടെ കിരണം, അതാണ് സത്യസന്ധമായ പശ്ചാത്താപത്തിന് കാരണം ഉണ്ടാക്കുക. പത്രോസ് യേശുവിലേക്ക് നോക്കി കരഞ്ഞ് കീഴ്പോട്ട് നോക്കിയിരിക്കുകയായിരുന്നില്ല, യേശുവിലേക്ക് നോക്കി. ലൂക്കായുടെ സുവിശേഷം അങ്ങനെ പറയണേ. യൂദാസ് തന്നിലേക്ക് മാത്രം നോക്കി, അങ്ങനെ ഉള്ളിലേക്ക് ആണ്ടാണ്ട് പോയി ആത്മഹത്യ ചെയ്തു. പത്രോസ് വാവിട്ട് കരഞ്ഞു, നൊന്ത് ഹൃദയം പൊട്ടി കരഞ്ഞു. അവിടെ നിർത്തിയില്ല, യേശുവിലേക്ക് നോക്കി. യേശു ആ നേരത്തെ മിണ്ടുന്നില്ല, പക്ഷെ ആ മുഖഭാവത്തിൽ അറിയാം, സാരല്ലടാ, സാരല്ല, ഞാനെല്ലാം ക്ഷമിക്കാം, നീ എന്നിലേക്ക് വാ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഒന്ന് ഏറ്റു പറയേ, കുംഭസാരത്തിൽ ഏറ്റു പറയേ.
യോഹന്നാൻ പുത്രനെ ശിമിയോനെ ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു ഏറ്റുപറച്ചിൽ നടത്തൂ പരസ്യമായിട്ട്. അതിലൂടെയാണ് ഈ യേശുവിൻ്റെ വെളിച്ചം നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. 2 പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. കർത്താവ് പറയുന്നുണ്ട്, ഈ അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് അവൻ സാത്താൻ അവനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവ് പറഞ്ഞ വചനം, വേഗം പോകുക, വേഗം പോയി നീ ചെയ്യാനുള്ള ചെയ്യുക. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് എന്താണ് ഈ ഇങ്ങനെ പറയണതെന്ന് അവർക്ക് മനസ്സിലായില്ലെന്നാണ്. നിങ്ങളെ തുടക്കത്തിൽ വചനം ഒന്ന് കേട്ട് നോക്കുക, ഒന്നുകൂടി വായിച്ചു നോക്കുക. അതായത് എന്താണ് കർത്താവ് ഇങ്ങനെ പറയണേ? നീ വേഗം എഴുന്നേറ്റ് പോകുക, നീ വേഗം എഴുന്നേറ്റ് നീ ചെയ്യാനൊക്കെ ചെയ്യുക. ഞാൻ ആ വചനം ഒന്ന് വായിക്കുക, അത്രയും പ്രധാനപ്പെട്ട ഒരു വചനമായതുകൊണ്ട്. അപ്പക്കഷ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. പിന്നത്തെ വചനമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അവൻ ഇത് എന്തിനാ അവനോട് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിന്റെ പക്കലായിരുന്നതിനാൽ തിരുനാളിന് ആവശ്യമുള്ളത് മേടിക്കുകയെന്നോ ദരിദ്രർക്ക് വല്ലതും കൊടുക്കുക എന്നൊക്കെ ആയിരിക്കും പറഞ്ഞുണ്ടാവുക. പന്തിയിൽ അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആർക്കും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? നീ വേഗം എഴുന്നേറ്റ് പോയി ചെയ്യാൻ. സെമിനാരി പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്താണ്? ഒരാൾ പോകാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കാമെന്ന് വിചാരിക്കുക. അത് തിരിച്ചറിഞ്ഞാൽ റക്ടറച്ചനോ മറ്റുള്ളവർ പെട്ടെന്ന് പൊക്കോളാൻ പറയും. കാരണം എന്താ? ഇല്ലെങ്കിൽ അവൻ്റെ കൂട്ടത്തിൽ കുറേ പേരെ കൂടി വലിച്ചുകൊണ്ട് പോകും. ഒരാൾ സെമിനാരി ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവൻ പിന്നെ സെമിനാരി നിൽക്കാൻ പാടില്ല. എന്താ കാര്യം? അവൻ അവിടെ ക്ഷമിക്കലും പൊറുക്കലും എന്നല്ല അവിടെ വേണ്ടത്. കാരണം അവൻ പോകാൻ തീരുമാനിച്ചാൽ പിന്നെ അവൻ്റെ കൂട്ടത്തിൽ കുറേ പേര് വലിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനും കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് പോയിക്കോ, നിന്നിൽ സാത്താൻ പ്രവേശിച്ച് കഴിഞ്ഞു, ഇനി ഇവിടെ നീ എനിക്ക് ഇരിക്കാൻ പാടില്ല, പെട്ടെന്ന് പോ, നീ എഴുന്നേറ്റ് പോ, പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ ബലിപീഠത്തിൽ ഇനി ഇരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് പോകണം. അല്ലെങ്കിൽ നീ മറ്റുള്ളവരെയും ഒറ്റിക്കൊടുക്കുന്നതിന് പ്രേരിപ്പിക്കും, മറ്റുള്ളവർക്ക് ഇടർച്ച നൽകും. അതിനാൽ ഒറ്റിക്കൊടുത്ത 33 പേരുടെ കർത്താവ് പറയുന്നത് എത്രയും പെട്ടെന്ന് പോകാനാണ്. വെളിച്ചത്തിന്റെ ബലിപീഠത്തിൽ നിന്നും പെട്ടെന്ന് പോകുക, എഴുന്നേറ്റ് പോകുക. ഇല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നിങ്ങൾ ചീത്തയാക്കും. ഈ തിരുവചനം എത്രമാര് മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനം ഈ 12ാമത്തെ പോയിന്റ്, അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ അയാൾ പുറത്തു പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യൂദാസ് പുറത്തേക്ക് പോകുന്നു. ശരിക്കും രാത്രിയായിരുന്നു. കാരണം ഒരു 12 മണിക്ക് ആയിട്ടുണ്ടാകാം. പിന്നെ യൂദാസ് പോകുന്നത് ഈ മഹാപുരന്മാരുടെ അടുത്ത് പോയി അവിടുന്ന് പട്ടയാളികളൊക്കെ കൊണ്ടുവരികയാണ്. 1 മണിയാവുമ്പോഴേ കർത്താവിനെ, ഏകദേശം 1 മണിക്കാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി തന്നെയാണ്. പക്ഷേ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് രാത്രി ആയതുകൊണ്ട് മാത്രമല്ല, ആ രാത്രിക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഞാൻ വായിക്കാം. യൂദാസ് പുറത്തേക്ക് പോകുന്നു. അകത്തുനിന്ന് പുറം ഭാഗത്തേക്കുള്ള പോക്കല്ല അത്. പിന്നെയോ പുറത്തേക്ക് എന്നേക്കുമുള്ള പോക്കാണിത്. വളരെ ആഴമേറിയ അർത്ഥതലങ്ങളുള്ള ഒരു പ്രസ്താവനയാണിത്. കൊടും പാപങ്ങളിലേക്ക് തുറന്നു വെച്ച വാതിലിലൂടെയാണ് സ്വാർത്ഥതയുടെ ചിറകേറി അയാൾ കടന്നു പോകുന്നത്. കൊടും പാപങ്ങളിലേക്ക് തുറന്നു വെച്ച വാതിലിലൂടെയാണ് സ്വാർത്ഥതയുടെ ചിറകേറി യൂദാസ് കടന്നു പോകുന്നത്. അവൻ രാത്രിയുടെ ശൂന്യതയിലേക്കാണ് പോകുന്നത്. അയാൾ വെളിച്ചം ഉപേക്ഷിച്ച് തമസിനെ ആശ്ലേഷിക്കുന്നു. അന്ധകാരത്തിന്റെ പൈശാചിക ശക്തി അവനെ വലയം ചെയ്യുന്നു. അന്ധകാരത്തിന്റെയും തിന്മയുടെ ശക്തിയുടെയും അടിമയായി അയാൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. യോഹന്നാൻ 3:19, 22, 53 വചനങ്ങൾക്ക് വായിച്ചു നോക്കാം. പെസഹ വ്യാഴാഴ്ച വളരെ ദുഃഖകരമായ സംഗതികളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. പീഡ അനുഭവിക്കുന്നതിന് മുൻപ് പാസ്കോ, ഈ പെസഹ ഭക്ഷണം നിങ്ങളോട് കൂടെ കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. കർത്താവിൻ്റെ പീഡാനുഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് പെസഹ ഭക്ഷണം. കർത്താവിൻ്റെ പീഡാസഹനം ഇങ്ങനെയാണ് കർത്താവിൻ്റെ പീഡാസഹനം ഉണ്ടാകുന്നത്. നമ്മുടെ പാപങ്ങളെ പ്രതി, കൊടിയ പാപങ്ങളെ പ്രതി നമുക്ക് മരണശിക്ഷയാണ്. ആ മരണശിക്ഷ അവൻ്റെ ശരീരത്തിൽ വഹിച്ച് നമ്മളെ ശിക്ഷാവിധിയിൽ നിന്ന് റിലീസ് ചെയ്യാണ്. അതിനുവേണ്ടി അവൻ വന്നത് തന്നെ. അത് വേദനാജനകമാണ്, പക്ഷെ കൈപ്പേറിയതല്ല. നമുക്ക് ഈ 33 വൈദികർക്ക് വേണ്ടി സവിശേഷമായി പ്രാർത്ഥിക്കേണ്ട ദിവസമാണിത്.
വളരെയധികം നന്നായി. അവരാരും നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർ കൊടും പാപത്തിലാണ്. ആ പാപത്തെ പിന്തിരിയണം. അവരുടെ കുർബാനിൽ സംബന്ധിക്കുന്ന അൽമായ, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംബന്ധിക്കുന്ന അൽമായർ അവരും കൊടിയ പാപത്തിലാണ്. കാരണം അവരുടെ പാപം തിരിച്ചറിയുന്നില്ല. ആ പാപത്തിൻ്റെ അന്താളിപ്പ് അവരിലുമുണ്ട്. പിന്നെ നമുക്ക് അതേസമയം ചിലപ്പോൾ നമുക്ക് നിവൃത്തിയില്ലാതെ അവരെ കുർബാനിൽ പങ്കെടുക്കേണ്ടി വരുന്നവരുണ്ട്. അവരുടെ നിഷ്കളങ്കത നമുക്കറിയാം, പക്ഷെ അവരുടെ ഹൃദയത്തിലുള്ള വേദന നമുക്കറിയാം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ചയുടെ പീഡാനുഭവവും പെസഹായും ഒരേ സമയം നമുക്ക് അനുഭവിച്ചുകൊണ്ടും അതിലൂടെ നടന്നു പോയിക്കൊണ്ടും നമ്മുടെ ഓരോരുത്തരും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും കുംഭസാരത്തിൽ അണഞ്ഞ് നമ്മുടെ കറകളെല്ലാം കഴുകാൻ കർത്താവിനെ തന്നെ, നമ്മുടെ കാൽപാദങ്ങൾ കഴുകാൻ കർത്താവിനെ തന്നെ അനുവദിച്ച്, അങ്ങനെ കർത്താവ് തന്നെ നമ്മുടെ കാലുകൾ കഴുകുന്ന കുംഭസാരക്കൂട്ടിൽ നിന്ന് കർത്താവിൻ്റെ മേശയായ അൾത്താരിലേക്ക് കർത്താവ് തന്നെ ക്ഷണിച്ചു കൊണ്ടുപോരുന്ന ആ മനോഹരമായ ദിവ്യ വിരുന്നിൽ നമുക്ക് പങ്കെടുത്ത് നമുക്ക് കർത്താവുമായിട്ട് ഒന്നായി ചേരാം. ആ ഒന്നിപ്പിൽ ഐക്യതയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.